ഇപ്പൊ എല്ലായിടത്തും ലോകയാണല്ലോ കത്തി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം മുന്നേ ഈ സിനിമയുടെ ഡയറക്ടർ ഡൊമിനിക് അരുണിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഈ ലോക എന്ന സിനിമയുടെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ പുള്ളിക്ക് എവിടെന്നാ കിട്ടിയെന്നുള്ളത് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. സോ പുള്ളിയുടെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ വന്നത് ദ മാൻ ഫ്രം എർത്ത് എന്ന് പറഞ്ഞ സിനിമയാണ്. ലോകയുടെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറെ VFXും ബഹളവും അടിയും ഇടിയും ഒക്കെ ആയിരിക്കുന്നു. എന്നാൽ അങ്ങനെ ഒന്നുമില്ല. ഒരു സൂപ്പർ നാച്ചുറൽ എലിമെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറെ ആൾക്കാർ കൂടി ചേർന്ന് ഒരു റൂമിനകത്തിരുന്ന് സംസാരിക്കുന്നതാണ് ഈ സിനിമ മൊത്തം. പക്ഷെ ആ ഒരു കോൺവെർസേഷൻ കേൾക്കാന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു പോകും. എന്തൊക്കെയാ അവര് പറയുന്നത്, നമ്മൾ ഇത്രയും കാലം ചിന്തിക്കാത്ത പല കാര്യങ്ങളും ആ ഒരു 1.5 മണിക്കൂറിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും ആ സിനിമ. സോ ഇതിലെ സ്റ്റോറി ലൈൻ എന്താന്ന് വെച്ചാൽ, ഇതിലെ മെയിൻ ക്യാരക്ടർ തന്റെ ജോലി വിട്ട് ആ നാടും വിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ തന്റെ കൂടെയുള്ള കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫെയർവെൽ ഗെറ്റ് ടുഗദർ എന്നും പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ കൂടുന്നു. ആ കൂടുന്ന സമയത്ത് പുള്ളി വന്ന് ഔട്ട് ഓഫ് നോവെയർ പറയാണ് താൻ 14,000 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓരോ 10 വർഷം കഴിയുമ്പോഴും താൻ തന്റെ സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് പഠിച്ച ഒരാൾ വന്ന് പെട്ടെന്നൊരു ദിവസം പറയണ താൻ 14,000 വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നത്? എങ്ങനെയായിരിക്കും ആ പുള്ളി ആ നിമിഷം തൊട്ട് കാണുന്നത്? അതാണ് ഈ സിനിമയെ കാണിക്കുന്നത്. ഒരിക്കലും മരിക്കാത്ത ഒരാളുടെ സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, പുള്ളി എന്തൊക്കെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമ്മളെ കാണിക്കുന്നതാണ് ഈ സിനിമ. പക്ഷെ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയേണ്ട, ഇതിലെ കോൺവെർസേഷൻസ് വളരെ സെൻസിറ്റീവ് ആണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, ചില അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആകാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡൊമിനിക് അരുൺ ഈ സിനിമയിൽ നിന്ന് എടുത്തത് 14,000 വർഷം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ എക്സ്പീരിയൻസുകളും മരണമില്ലാത്ത ഒരു മനുഷ്യൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്, ആ ഒരു മനുഷ്യന്റെ POV എന്താണെന്നാണ് ഈ സിനിമയിൽ നിന്ന് കണ്ട് ഇൻസ്പയർഡായി ലോകയിലേക്ക് എടുത്തിരിക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂർ മാത്രമുള്ള ഈ സിനിമ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. വേറെ ബഹളങ്ങളോ ഫൈറ്റോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു പോഡ്കാസ്റ്റ് പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. കോൺവെർസേഷൻസ് ഫുള്ളി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റൂ. ബട്ട് പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ.